ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴേ ഇപ്പൊ നമ്മളിപ്പോൾ പല സ്ഥാപനങ്ങളിലും ഒരു കോൺട്രാക്ട് വർക്ക് ബേസിൽ എംപ്ലോയീസിനെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലൊക്കെ ഇപ്പോൾ പെർമനന്റ് എംപ്ലോയീസിനെ അവർ വെക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ ഇപ്പോൾ അക്കൗണ്ട്സിലായാലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിലൊക്കെ ചിലപ്പോൾ ഒരു കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്കൊക്കെ വെക്കും. അപ്പോൾ അവർക്കും ഈ ഒരു എലിജിബിലിറ്റി കിട്ടാൻ സാധ്യതയുണ്ടോ? ഈ പറഞ്ഞ കോൺട്രാക്ട് ലേബർ എന്ന് പറയുന്നത് ഒരു വേറെ സെഗ്മെന്റ് ആണ്. കോൺട്രാക്ട് ഇപ്പോൾ ഒരു തൊഴിലുടമ നേരിട്ട് ഒരു എംപ്ലോയിനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ താങ്കൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണല്ലോ, താങ്കളുടെ അവിടെ ഒരു എംപ്ലോയി ഇപ്പോൾ ഒരു ആള് അക്കൗണ്ടന്റ് ആയിട്ട് വന്നു, അദ്ദേഹത്തിന് നിങ്ങൾ 2 കൊല്ലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നിങ്ങൾ തൊഴിലാളിയാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ, ജോലിയിലേക്ക് പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് ഈ നിയമം ബാധകമാവും. അദ്ദേഹം 1 കൊല്ലം ഇപ്പോൾ 11 മാസം ജോലി ചെയ്തിട്ട് അദ്ദേഹം പിരിഞ്ഞു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയില്ല. പക്ഷെ 13 മാസം അല്ലെങ്കിൽ 12 മാസം ജോലി ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. അതേസമയം കോൺട്രാക്ട് എംപ്ലോയീസ് ആണെന്ന് കരുതുന്നത്, ഇപ്പോൾ താങ്കൾ വേറൊരു കോൺട്രാക്ടർ വഴിയുള്ള എംപ്ലോയ്മെന്റ് ആണ്, എംപ്ലോയീസിനെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, പ്രൈമറിലി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് വരിക. പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രിൻസിപ്പൽ എംപ്ലോയർ എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. അതേസമയം